നമ്മൾ ക്രിസ്തീയ അച്ചടക്കത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ അതിപ്രധാനമായ ബന്ധങ്ങളുണ്ട്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം, അത് നമുക്ക് ശരിക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവസംബന്ധമായുള്ള വലിയൊരു അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ദിവസം തോറും രാവിലെ എഴുന്നേറ്റ് വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും വിശ്വസ്തമായി ചെയ്യുവാനൊക്കെ നമുക്ക് ഒത്തിരി അച്ചടക്കം ആവശ്യമാണ്. വിശ്വാസികൾക്ക് ഏറ്റവും പരാജയമുള്ള മേഖല അത് തന്നെയാണ്. രണ്ടാമത്തെ മേഖല ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബസംബന്ധമായ അച്ചടക്കമാണ്. ഭാര്യമാരെ തല്ലുകയില്ല, അടിക്കുകയില്ല, കള്ളു കുടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വിശ്വാസികൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കുടുംബജീവിതത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവത്തെ വിശകലനം ചെയ്താൽ ഞാൻ വിചാരിക്കുന്നു തീരെ ലോ ലെവലിലാണ് വിശ്വാസികളുടെ കുടുംബജീവിതം. പല ഭർത്താക്കന്മാർക്കും ഓരോ ഭാര്യമാരെ വിശ്വാസമല്ല. അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട്. ശുശ്രൂഷകന്മാരുടെ ഇടയിൽ തന്നെയുണ്ട് ഭാര്യമാരെ വിശ്വാസമല്ല. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിശ്വാസം. ആശയവിനിമയമില്ല. ഇരുന്നെന്തെങ്കിലും ഒന്ന് വർത്താനം പറയാനോ അതിന് സമയമൊന്നുമില്ല. വെറുതെ ഇരിക്കുക എന്നെങ്കിലും ചെയ്യില്ല. അങ്ങനെ ഒരു സ്വഭാവമില്ല. ഭാര്യയെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഒത്തിരി കമ്മിറ്റ്മെന്റ് വേണം. പലരും അവരുടെ ഭാര്യമാരെ അങ്ങനെയൊന്നും സ്നേഹിക്കുന്നില്ല. ഭാര്യമാരെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് അവരിങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ തൻ്റെ ശരീരം പോലെ സ്നേഹിച്ചിട്ട് ഞാൻ എൻ്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളതൊരു ഭാര്യ പറഞ്ഞാൽ അത് മിക്കവാറും പട്ടിണിയാകുമോ രോഗമതിയാകുമോ? അങ്ങനെ ഭർത്താവ് ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെയാ ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഓരോരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നേ. ഒരുപാട് ആളുകൾ അവിശ്വാസികളുമായുള്ള വിവാഹബന്ധം, ഹിന്ദുക്കളുമായിട്ടും മുസ്ലിങ്ങളുമായിട്ടും ഒക്കെയുള്ള വിവാഹബന്ധത്തിലേക്ക് പോകുക. നമ്മുടെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളുടെ മക്കളും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന പിള്ളേരും ഒക്കെ എന്തുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ പോകുന്നത്? ഞാൻ പല സഭകളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എന്തോ ഒരു തലവേദനയുള്ള പ്രശ്നങ്ങളാണെന്നറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമക്കളുടെ വീടുകളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുടുംബജീവിതത്തിലെ കമ്മിറ്റ്മെന്റ് ഇല്ലെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തോടുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അല്ലേ? ദൈവം എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദാനം എന്ന് പറയുന്നത് ഒരു ശരീരം എനിക്ക് തന്നു. ഈ ശരീരത്തെ നാം ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ശരീരം അധികം കാലവും നിൽക്കില്ല. ദേവദാസൻ പറഞ്ഞു, ദൈവം എനിക്ക് ഉപയോഗിക്കാൻ ഒരു കുതിരയെ തന്നു, ഞാനതിനെ വല്ലാതെ ഓടിച്ചു, അത് 29 വയസ്സായപ്പോൾ ചത്തുപോയെന്ന് പറഞ്ഞ കുതിര തൻ്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഫേമസ് ആയ ദേവദാസൻ 29 വയസ്സുകൊണ്ട് ലോകത്തിൽ എല്ലാവർക്കും ബയോഗ്രഫി വായിക്കാത്തവരില്ല. 29 വർഷം ജീവിച്ചുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു. 29ാമത്തെ വയസ്സ് മരിക്കുന്നതിന് മുമ്പത്തെ എഴുതിയതാണ്. ദൈവം എനിക്ക് സഞ്ചരിക്കാൻ ഒരു കുതിരയെ തന്നു, ഞാനതിനെ അബ്യൂസ് ചെയ്തു, കുതിര ചത്തുപോയി. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഡയറി എഴുതി തൻ്റെ ശരീരത്തെ കഴിക്കേണ്ട സമയത്ത് കഴിക്കുകയില്ല. ആഹാരം കഴിക്കുന്നതിനൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടാകുന്നറിയാം. ദൈവത്തെ പരീക്ഷിക്കുക, ദൈവം നോക്കിക്കൊള്ളും എന്ന് പറയും. ദൈവത്തിന് ഇതൊന്നും നോക്കാൻ സമയമൊന്നുമില്ല. എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ദൈവം നോക്കും, ഞാനല്ലേ നോക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ അച്ചടക്കം എന്ന് പറയുന്ന ഒരു വലിയ മേഖലയാണ്. ഒരുപാട് വിഷയങ്ങൾ അതേക്കുറിച്ച് പറയാനായിട്ട് കഴിയും. ഞാനെന്നൊരു ചെറിയ മേഖല പറയാം. അത് തൊഴിലിനോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ സമർപ്പണം, കമ്മിറ്റ്മെന്റ് ടു വർക്ക്. 3 വിധത്തിൽ ഉള്ള ആളുകളുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട്. ഒന്നും ചെയ്യാത്തവര്, അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്, ഒന്നും ചെയ്യും. രണ്ടാമത് അമിതമായി ജോലി ചെയ്യുന്നവര്, വർക്കഹോളിക്സ് എന്ന് പറയും അവരെ കുറിച്ച്. വർക്കഹോളിക്സ്, ആൽക്കഹോളിക് എന്ന് പറയുന്ന പോലെ വർക്കഹോളിക് എന്നാണ്. ഒരു സെക്കൻഡ് പോലും അവർക്ക് അടങ്ങിയിരിക്കാനൊക്കെ എന്തെങ്കിലും ചെയ്തു. മൂന്നാമത്തെ ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ട് അച്ചടക്കത്തോടുകൂടെ അവരുടെ ജോലികൾ ചെയ്യുന്ന, എല്ലാറ്റിനും അവർക്ക് ഇഷ്ടമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജോലി ചെയ്യാൻ വേണ്ടി. ആദ്യം മനുഷ്യനോട് പറഞ്ഞ എന്താ? തോട്ടത്തിൽ കൊണ്ടുവച്ചിട്ടെന്താ പറഞ്ഞു? തോട്ടം കാപ്പാനും വേലയില്ല, അതിനുവേണ്ടി. കൃഷ്ണൻകുട്ടി സഹോദരനുള്ള കാലത്ത് പറയുമായിരുന്നു, ദൈവം ഒരു തൊഴിലാളി നേതാവാണ്. അതായത് ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ജോലി ചെയ്യാനാണ് പറഞ്ഞത്. ദൈവം നേതാവാണ്, തൊഴിലാളി നേതാവ്. അത് ശരിയാണ്. കാരണം ദൈവം തൊഴിലാളി നേതാവെന്ന് പറയാൻ പിതാവിനെ കുറിച്ച് പുത്രൻ തമ്പുരാൻ പറഞ്ഞ എന്താ? എൻ്റെ പിതാവ് ഇന്നുവരെയും വേല ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ഇന്നുവരെയും ഒരു നിമിഷം പോലും ഞാനും ചെയ്യേണ്ടതെന്നാ ചോദിക്കും. ദൈവം തനിക്ക് ചെയ്യാനുള്ള എല്ലാ ജോലികളും കൃത്യമായി, ഒന്നിനും ഒരു സെക്കൻഡ് പോലും താമസിയാതെ
എല്ലാം ചെയ്യും. കർത്താവ് പറഞ്ഞാലും അങ്ങനെയാണ്. പിതാവ് എനിക്ക് തന്ന ജോലി ഞാൻ തികയ്ക്കേണ്ടേ? അവസാനം മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? പിതാവേ, നീ തന്ന വേല ഞാൻ തികച്ചിരിക്കും, നീ തന്നവരെ ഞാൻ സംരക്ഷിച്ചിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ജോലി ചെയ്യാനായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, നിന്റെ ആയുഷ്കാലമൊക്കെ നീ അതിൽ നിന്ന് അഹോവൃദ്ധി കഴിക്കും. അഹോവൃദ്ധി എന്ന് പറഞ്ഞ എന്നാ? ഉപജീവനം. അപ്പൊ ഈ ഭൂമിയിൽ ജോലി ചെയ്ത് വേണം. അത് ശപിക്കപ്പെട്ടു പോയി. ആദ്യം ദൈവം അവരോട് പറഞ്ഞ തോട്ടത്തിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞത് തോട്ടം കാക്കാനും വേല ചെയ്യാനും. അതാണ് അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂമി ശപിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു ഇനിയും, അപ്പോഴും പറഞ്ഞു നീ അധ്വാനിക്കുമെന്നാ. പക്ഷെ അധ്വാനിച്ചാൽ വേണ്ടവണ്ണം പ്രയോജനം കിട്ടും. അധ്വാനം വളരെ അധികം അങ്ങനെ ഇരട്ടിച്ചു, വളരെയധികം ഇരട്ടിച്ചു. ജോലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. നാം ജോലി ചെയ്താൽ അതിൻ്റെ പരമാവധി പ്രയോജനം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെയൊക്കെ നാം ജോലി ചെയ്യണം. പക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ജോലി ചെയ്യാനാണ്. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രയോഗമുണ്ട് 2-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ. നിലത്ത് സൃഷ്ടിച്ച നാളിൽ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചെന്തിനാ നിലത്ത് വേല ചെയ്യാൻ? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പിന്നെ അവനെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു വേല ചെയ്യാൻ പറഞ്ഞു. തോട്ടം കാക്കുകയും അത് ഭംഗിയായി സൂക്ഷിക്കുകയും ചെയ്യുക. വാസ്തവത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ച നാളിൽ തോട്ടം കാക്കാനൊക്കെ വളരെ സുഖമായിരുന്നു തോന്നുന്നു. കാരണം ഗാഡ് മെയ്ഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഏറ്റവും ഭംഗിയായ ഒരു തോട്ടമാണ് ദൈവം ഉണ്ടാക്കിയത്. മനുഷ്യൻ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ആ നിലയിൽ എപ്പോഴും സൂക്ഷിക്കണം. ഒരില വീണാൽ ഉടനെ അത് പെറുക്കണം, അത് ഡിസ്പോസ് ചെയ്യണം. കൂടുതൽ ഫലം കായ്ക്കാൻ ചെത്തി വെടിപ്പാക്കേണ്ട ചെടികളൊക്കെ ഉണ്ട്, അത് ചെത്തി വെടിപ്പാക്കണം, ട്രിം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. വെള്ളമൊന്നും ഒഴിച്ച് നനയ്ക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റമൊക്കെ, ഇറിഗേഷൻ സിസ്റ്റമൊക്കെ ദൈവം ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ലൊരു തോട്ടം കാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതം ഒരു തോട്ടമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരൻ ക്യാൻസർ വന്ന് മരിച്ചു പോയപ്പോൾ സംസ്കാരത്തിന് ഞാൻ വചനം ശുശ്രൂഷിച്ച് ഞാൻ പറഞ്ഞു ജീവിതം ഒരു തോട്ടമാണെന്ന് പറഞ്ഞു. ജീവിതം ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിൽ ഒരറ്റത്ത് എൻട്രൻസ് ആണ്, അതാ ജന്മം എന്ന് പറയുന്നത്. മറ്റേ അറ്റത്ത് ഒരു കല്ലറയുണ്ട്. കർത്താവിനെ വെച്ച തോട്ടവും ആ തോട്ടത്തിൽ ഒരു കല്ലറയും ഉണ്ടായിരുന്നതാണ്. നമ്മുടെ തോട്ടത്തിൽ ഒരു കല്ലറയുണ്ട് അതിന് ലാസ്റ്റ്. ഇതൊരു തോട്ടമാണ്. അപ്പൊ ഈ തോട്ടത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. എൻ്റെ ജീവിതമാകുന്ന തോട്ടത്തെ ഞാൻ മനോഹരമായി സൂക്ഷിക്കുക. ചെടികളെല്ലാം പൂക്കളൊക്കെ നിറയെ പൂക്കൾ, കായ്ക്കേണ്ട കായ്കൾ ഒക്കെ അങ്ങനെയാണ്. ചില സെമിറ്ററികളിൽ ചെന്നാൽ നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നും. നല്ല ഒന്നാന്തരം മൊസൈക്കും ഒക്കെ, ഒരു മൊസൈക്കിൽ നല്ല ടൈൽസും ഒക്കെ നന്നായിട്ട് എല്ലാം വിരിച്ച് എല്ലാം നല്ല ഭംഗിയായി പറയും മരിക്കുന്നേ അവിടെ കിടന്ന് മരിക്കണം. ദോരം പറഞ്ഞ് അവിടെ ചെന്നപ്പോ കർത്താവ് ഇവിടെ വെച്ചപ്പോ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ഇവിടെ നടക്കാമല്ലോ. നമുക്കൊരു കല്ലറയുണ്ട് അവിടെ, അത് കണ്ടാൽ മരിച്ചു പോകുന്ന എനിക്ക് പോകുന്നത്. ആരും തിരിഞ്ഞു നോക്കുകയില്ല. ആരെങ്കിലും ചത്തുനിന്ന് വരുമ്പോ ആരെങ്കിലും ചെന്ന സ്ഥലം എന്ന് തോന്നുന്നു, എന്നല്ലാതെ യാതൊരു മെയിൻ്റനൻസും. നമ്മുടെ ജീവിതമാകുന്ന തോട്ടം എന്ന് പറയുന്നത് അതാണ്. ഈ തോട്ടത്തിൽ ഒരു മുള്ളു വളരാൻ പാടില്ല, എലിമുള്ളു വളരെ വേറെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു മുള്ളും വളരരുത്, ഒരു കാടും വളരരുത്, ഒന്നും വളരരുത്. നമ്മുടെ ജീവിതമാകുന്ന തോട്ടം അങ്ങനെ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കണം. കാരണം നമ്മൾ ഏതായാലും അതിനറ്റത്തൊരു കല്ലറയുണ്ട്. ആ കല്ലറയിലാണ് നമ്മൾ ചെന്ന് ജീവിതം അവസാനിക്കുന്നത്. പക്ഷെ ആ കല്ലറ വരെ ചെല്ലുന്നതാണ് ചിലർക്ക് പ്രയാസം. കാരണം എന്താ? ഈ കാട് വെട്ടിത്തെളിച്ച് കാടിൻ്റെ ഇടയിൽ കൂടെ വേണം ഇങ്ങനെ പോകാൻ. നിറച്ച് എലിയും നിറച്ച് പാമ്പും നിറച്ച് ഇതെല്ലാം ഉണ്ട്. മിക്കവാറും അങ്ങനെ ആരും ചത്തെന്ന് കേൾക്കുമ്പോൾ ഓടി ചെന്നിട്ട് കൂടി ചെന്നിട്ട് പോതി അതിലൂടെ കയറി അങ്ങനെ കൊണ്ട് വെച്ചു പോരാൻ. അല്ല, എൻ്റെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ആക്കിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യണം. അത് വളരെ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പാപം ചെയ്ത ശേഷം ആദമിനോടും ഹവ്വയോടും പറഞ്ഞത്, ആദമിനോട് പ്രത്യേകിച്ച് പറഞ്ഞു, നിന്റെ മുഖത്തെ വിയർപ്പുകൊണ്ട് നീ അപ്പത്തിനും, അങ്ങനെയല്ലേ 3-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം. അതാണ് മുഖത്തെ വിയർപ്പോട്. മുഖത്തെ വിയർപ്പോടെന്ന് പറയാന് ശരിക്കും നെറ്റിയിലെന്നാണ്, സ്വെറ്റ് ഓഫ് യുവർ ബ്രൗ എന്നാണ്.
നെറ്റി നന്നായിട്ട് വേർക്കുന്നത് നന്നായിട്ട് അധ്വാനിക്കുമ്പോഴാണ്. അപ്പം തിന്നുന്നത് അങ്ങനെ വേണമെന്നാണ്. നീ വേർത്ത് അധ്വാനിച്ച് ഉണ്ടാക്കിയ അപ്പൻ്റെ നെറ്റി വേർത്തിട്ട് മക്കൾ വന്നിരുന്ന അപ്പം തിന്നരുത്. അത് കുഞ്ഞായിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ചെയ്യും, അതിനൊക്കെ അവകാശമാണ്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാവുന്ന ജോലി ചെയ്തിട്ട് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളെ വളർത്തുന്ന കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാലോ അപ്പോ ആഹാരമോ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അവർ ജോലി ചെയ്തിട്ടേ കൊടുക്കാം. ജോലിയുടെ ശമ്പളമായിട്ട് അതൊരു ശീലമാക്കിയാൽ മതി. പിന്നെ അവർക്ക് പ്രശ്നം, അവരിന്ന് കളിക്കുമല്ല ചെറിയ ജോലിയൊക്കെ വെച്ച്. ഇടയ്ക്ക് എഴുന്നേറ്റ് മമ്മി പാല് വേണം, പോയി ജോലി പറക്കുക, ബോക്സിൻ്റെ അകത്തിട്ട് പോകാൻ പോയി പറക്കിയിട്ട് വരും. നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയാം, നല്ല കുട്ടി, ജോലി ചെയ്യാൻ പഠിച്ചു. ജോലി ചെയ്യുന്നവർക്കുള്ളതാണ് ആഹാരം. ഇത് ചുമ്മാ പുറകെ നടക്കുക, കൊച്ചിന് വേണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിന് എങ്ങനെയിരിക്കാം. നീ ജോലിയും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ നിന്റെ പുറകെ നടന്ന നിന്റെ വായിൽ എങ്ങനെയാണ് ഞാൻ കുത്തി കയറ്റി പകുതി കൊച്ചും കരഞ്ഞ, പകുതി അമ്മയും കരഞ്ഞ, പകുതി താഴെയും പകുതി അകത്തും എല്ലാം കൂടെ ആയി എന്തോ തീറ്റിക്കുക കൊച്ചിനെ. ജോലി ചെയ്യാതെ ആഹാരം കഴിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, രാവിലെ കഞ്ഞി കുടിക്കാൻ ചെല്ലുമ്പോൾ അമ്മ എപ്പോഴും പറയും, മോനെ അന്ന് സ്പൂണൊന്നുമില്ല, സ്പൂണുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ള സ്പൂണ്. പോയി പ്ലാവില എടുത്തുകൊണ്ട് വന്ന് കഴുകി ഇറുക്കിലും എടുത്തുകൊണ്ട് വന്ന് ചെത്തിച്ചിരണ്ടി വൃത്തിയാക്കിയിട്ടത് കുത്തിക്കൊണ്ട് പോകാൻ കഞ്ഞി തരാം. എൻ്റെ ജോലിയാണ്. രാവിലെ പറക്കുക, പഴുത്ത പ്ലാവില പറക്കുക, കേടില്ലാത്ത പ്ലാവില വെള്ളത്തിൽ കൊണ്ടുപോയി നന്നായിട്ട് കഴുകുക, എന്നിട്ട് ഒരു ഈർക്കിലെടുക്കുക, അത് വിച്ചാത്തി കൊണ്ട് ചെത്തി വൃത്തിയാക്കുക, എന്നിട്ട് ഇത് കുത്താൻ പഠിപ്പിച്ചിട്ടുണ്ടോ, കുത്തുക, ഒരു 5-6 പ്ലാവില കുത്തി അവിടെ കൊണ്ടുവച്ചു. പിന്നെ പോരുന്ന പോയിരിക്കുക, കഞ്ഞി തരാം. അല്ല, അതിങ്ങനെ കഞ്ഞി കുടിക്കുന്നൊരു സംതൃപ്തി ഉണ്ട്. കാരണം എന്താ, ഞാൻ എന്താ ചെയ്തിട്ടാണല്ലോ എന്നൊരു സംതൃപ്തി. ഇതിപ്പോ എങ്ങനെയാ വെച്ചാൽ അമ്മ പോയി പ്ലാവില പറക്കിക്കൊണ്ട് വന്ന് കൊടുക്കണം. അങ്ങനെ കൊടുക്കരുത്. ജോലി ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഡിസിപ്ലിൻ അതാണ്. വേല ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. വേല ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ആ ശീലം നമുക്ക് വേണം. നിന്റെ മുഖത്തെ വേർപ്പോടെ നീ അപ്പം തിന്നുമെന്നാണ്. മുഖത്തെ വേർപ്പോടെ അപ്പം തിന്നും. അങ്ങനെ തന്നെ കഴിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് കർത്താവ് പറഞ്ഞത് എനിക്കിഷ്ടമാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. അത് ഈ ജോലിയെക്കുറിച്ചൊന്നുമല്ല, എങ്കിലും സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ, സൽപ്രവൃത്തികൾക്കായിട്ട് നല്ല ജോലി ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് ചെയ്യുന്ന വളരെ നല്ലതാണ്. സദൃശവാക്യങ്ങള് 31-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ സാമർഥ്യമുള്ള അല്ലെങ്കിൽ സദ്ഗുണമുള്ള ആ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. വെർച്വസ് വുമൺ എന്നാണ് ഇംഗ്ലീഷിൽ. ഗുണമഹിമയുള്ള സ്ത്രീ. മലയാളത്തിൽ സാമർഥ്യമുള്ള സ്ത്രീയാണ്. ഏതായാലും ആ സ്ത്രീയെ കുറിച്ച് 31-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൾ വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കും. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കും. എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ഒരു മുട്ടായി ആണെങ്കിലും എടുത്ത് വായിലിടണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ജോലി ഉണ്ടായി. നമ്മുടെ ആളുകൾക്ക് വരുന്നതായിരിക്കുന്ന രോഗങ്ങളിൽ ഒരു നല്ല പങ്ക് ജോലി ചെയ്യാത്തത് കൊണ്ടും വേറൊരു നല്ല പങ്ക് അമിതമായി ജോലി ചെയ്യുന്നത് കൊണ്ടും സമയത്ത് ആഹാരം കഴിക്കാത്തത് കൊണ്ടും മറ്റുമൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് വേണം. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കരുത്. സഹോദരിമാരെ, നിങ്ങൾക്ക് മാത്രമല്ല സഹോദരന്മാർക്കും ആപ്ലിക്കബിളാണ്. സദൃശവാക്യങ്ങൾ 14-23 വായിച്ചേ. എല്ലാ തൊഴിലുകൊണ്ടും ലാഭമുണ്ട്. ഒരു ലാഭവും ഇല്ലാത്തൊരു തൊഴിലെന്ന് പറയുന്ന ആധാരചാർപ്പാണ്. വെറുതെ അടുത്ത വീട്ടിൽ പോയിരുന്നു വർത്താനം പറയും. ഈ അടുത്ത വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു കാരണം വേണം. എൻ്റെ അപ്പച്ചൻ ഒരുമാതിരി രസികനായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. രസികനല്ല, കാര്യമായിട്ട് ആരെങ്കിലും കൂടി വന്നിരിക്കും, ആപ്പിന് എന്താ ഇങ്ങോട്ട് വന്നത്, വെറുതെ എന്നപ്പോൾ കാട്ടെ, ഇവിടെ വെറുതെ ആരും വരണ്ടെന്ന് പറയും. അവരെന്തെങ്കിലും ആവശ്യത്തിനാണ് വന്നത്. പക്ഷെ ആദ്യം ചോദിക്കുമ്പോൾ എന്താ ഇങ്ങോട്ട് വന്നത്, എന്നപ്പോൾ കാട്ടെ, ഇവിടെ വെറുതെ ആരും വരേണ്ട കാര്യമില്ല. അല്ല സാറേ, വെറുതെ അല്ല, എന്നാ പിന്നെ കള്ളവെന്തിനാ പറഞ്ഞു, സത്യം നേരത്തെ പറയും പേരെന്നു. അത് സത്യം ശരിയല്ലേ? അപ്പച്ചൻ ഒരു വീട്ടിൽ പോയി വെറുതെ ഇരിക്കില്ല. ഒരാവശ്യമുണ്ട്. എന്തിനാ വന്നത്? നിങ്ങളെയൊന്ന് കാണാൻ വേണ്ടി ഒരാവശ്യത്തിന്. എന്തിനാ വന്നത്? ഒരു വ്യക്തി ഇങ്ങോട്ട് അല്പനേരത്തേക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. അതിൽ ഒരു 100 രൂപ കടം വാങ്ങാനാണ് വന്നത്. അല്ലേ സാറിന് സുഖമില്ലെന്ന് കേട്ടു, സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓ, ചുമ്മാതെന്ന് പറഞ്ഞാൽ ഇവിടെ ചുമ്മാ ആരും വരണം. ഈ ചുമ്മാ പോയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. വിശ്വാസികളിൽ പോലും ഉണ്ട്. അയൽക്കത്തെ വീട്ടിൽ പോയിരുന്ന അവരുടെ സമയം കളയും. കുറച്ചു നേരം അവിടെ പോയിരിക്കും, പിന്നെ അവരോട് കുറച്ചു നേരം ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം സമയം കളയുന്ന ആളുകൾ. സഭാപ്രസംഗി 5:12 എനിക്കിഷ്ടമുള്ള ഒരു വാക്യമാണ്. ഞാൻ
വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. എൻ്റെ ഭാര്യ ഒരിക്കൽ ഈ വാക്യം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഓർപ്പിച്ച്, എന്നെ ഒരുക്കി വെച്ച് ഓർപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. വേല ചെയ്യുന്ന മനുഷ്യൻ അധികം പഠിച്ചാലും അല്പം പഠിച്ചാലും ഉറക്കം തോന്നും. അപ്പോൾ അക്കാലങ്ങളിൽ ഞാൻ വേല ഒരുപാട് ചെയ്യുന്ന മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജും എല്ലാ സഭയുടെ കാര്യങ്ങളും ജോലി കാര്യങ്ങളും എല്ലാം വന്നിട്ട് കിടക്കണ്ട, അങ്ങോട്ട് കട്ടിലേന്ന് പറയുമ്പോഴേ കൂർക്കുമലി ഉറങ്ങും. 2 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. 2 മണി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ എടുക്കണം. അപ്പോൾ ഇത് പറയും, വേല ചെയ്യുന്ന മനുഷ്യൻ അല്പം കഴിച്ചാലും അധികം കഴിച്ചാലും സുഖമായിട്ട് കിടക്കണം. ജോലി ചെയ്ത് ശരീരം വേർക്കണം. നിങ്ങൾ ശരീരം കൊണ്ടുള്ള ജോലിയല്ല മനസ്സുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സർസൈസ് ചെയ്യണം. അതൊക്കെ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളാണ്. അത് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ജോലി ചെയ്യാത്തവരോട് വചനം എന്താ പറയുന്നത് അറിയാമോ? പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞ? 2 തെസ്സലോനിക്കർ 3:10 എന്ത് പറഞ്ഞെന്നാ പറഞ്ഞ? വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും. വേല ചെയ്യാൻ മനസ്സിലാത്തവൻ തിന്നരുത്. അത് പ്രമാണം, ബൈബിളിലെ പ്രമാണം. നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വേലയുണ്ടായി. അപ്പൊ പൗലോസ് ഇതൊക്കെ ഒരു റെക്കമെൻഡേഷൻ ഒന്നും അല്ല. വേല ചെയ്യാൻ മനസ്സിലാത്തവൻ തിന്നുകയും വരുതെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. നിങ്ങളോട് കൂടെ ഇരിക്കുന്ന കാലത്തെ പറഞ്ഞു. ഇപ്പോൾ ഓർപ്പിക്കുക. കാരണം ഇപ്പോഴും അത് പറഞ്ഞെങ്കിലും ഇപ്പോഴും അവിടെ വേല ചെയ്യാതെ ആഹാരം കഴിക്കുന്ന പാർട്ടികളുണ്ട്. നമ്മുടെയൊക്കെ സഭകളിലുണ്ട് ജോലി ചെയ്യാതെ ആഹാരം കഴിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ? അവരുടെ വീട്ടിൽ അവര് ജോലി ചെയ്യുന്നതിലും ആഹാരം കഴിക്കും. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ വ്യവസ്ഥ അതാണല്ലോ. ചില നിറത്തിലുള്ള കാർഡുള്ളവർക്ക് 30-35 അരി കൊടുക്കുന്നുണ്ട്. വേലയൊന്നും ചെയ്യണ്ട. മറ്റുള്ളവർക്ക് 1 കിലോ അരി കൊടുക്കും. നീ വേണേ വേല ചെയ്ത് കാശുണ്ടാക്കി പോയി വാങ്ങിച്ച് കഴിച്ചോളാം. അപ്പൊ ഗവൺമെന്റുകൾ പോലും മനുഷ്യരെ ഈ നോക്കുകൂലി എന്ന് പറഞ്ഞ കൂലിയില്ലേ. എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, സാറേ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ബിസിനസ് ഏതുണ്ട്? ഞാൻ പറഞ്ഞു, കന്നഡ ബിസിനസ്. കന്നഡ കാണിച്ചാൽ. ഇപ്പൊ ചില ആളുകളുടെ ബിസിനസ് ഇതാ, അവർക്ക് കന്നഡ ബിസിനസ്സേ ഉള്ളൂ. പൗലോസ് പറഞ്ഞു, കന്നഡ ബിസിനസ്സുകാരൊന്നും ആരും കഴിക്കരുത്. കണ്ണാടി വിൽക്കുന്നവരുടെ കാര്യമല്ല, വെറുതെ ഇരുന്ന് സമയം കളയുന്നവരായിരിക്കുന്നതാണ്. അവരൊന്നും കഴിക്കരുത്. ഒരു ദിവസം ഒന്നും ചെയ്യാൻ ഒത്തില്ലേ, നിങ്ങൾ തന്നെ വേണം. ഇന്നൊന്നും ചെയ്തില്ല, നീ ഞാനൊന്നും കഴിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടു. പിള്ളേരാണെങ്കിലും അതിനെ രാവിലെ മുറ്റമടിക്കുകയോ പാത്രം കഴുകുകയോ തുണി അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം ഈ വാഷിംഗ് മെഷീനും അതും ഇതും എല്ലാം വന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് തുണി അലക്കാനും അറിയില്ല, തുണി തേക്കാനും അറിയില്ല, ഒന്നും മുറ്റം അടിക്കാനും അറിയില്ല. മുറ്റം ഇല്ലല്ലോ ഇപ്പോഴും, ഫ്ലാറ്റിലല്ലേ. ഒരുമാതിരി ഫ്ലാറ്റിലെല്ലാം ഫ്ലാറ്റായി ജീവിക്കുന്ന ഒരു അവസ്ഥയായി പോകുന്നത്. എല്ലാം കുറച്ച് മുറ്റമൊക്കെ അടിക്കണം. കഴിയുമെങ്കിൽ ഞാൻ കോഴിയും ആടിനെയും ഒക്കെ വളർത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ മനുഷ്യന് മാനസിക ഉല്ലാസം മാത്രമല്ല, ശാരീരിക ഉല്ലാസവും ശാരീരിക ആരോഗ്യവും കുറച്ച് പ്രയോജനമൊക്കെ ചെയ്യും. കാരണം പൗലോസ് പറഞ്ഞു, ജോലി അധ്വാനിപ്പാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും. അത് പൗലോസ് പറഞ്ഞു, ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് അതിന്റെ അർത്ഥം. ഇപ്പോഴും ഞാനത് പറയാം. തെസ്സലോനിക്കയെ ജോലി ചെയ്ത് ആരും കഴിക്കുന്ന പാർട്ടികളാണ്, അവർക്ക് അങ്ങനെ കൊടുക്കരുത്. അതേ അധ്യായത്തിലെ 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ പൗലോസ് അവരോട് പറയുന്നത് ശ്രദ്ധേയമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ എന്നൊക്കെ എടുത്തു പറയുമ്പോൾ ദൈവത്തെ ആണയിട്ടുകൊണ്ട് പറയുമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ ചില ആളുകൾ ഒരു ജോലിയും ചെയ്യാതെ മെനക്കെട്ട് നടക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു, പരകാര്യത്തിലോട്ട് നടക്കുന്നതായിട്ട് കേൾക്കുന്നു. അവരോട് പറയുന്നത് എന്താണ്? സാവധാനത്തോടെ വില ചെയ്യണം, കുടുംബം പുലർത്തണം. അത് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് കൽപ്പിക്കുക ചെയ്യുന്നു. അത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ജോലി ചെയ്യാത്ത ആളുകളുണ്ട്. ചിലർ പറയുന്ന റബ്ബർ വെട്ടാ എൻ്റെ ജോലി. ഇപ്പോൾ മഴക്കാലത്ത് റബ്ബർ വെട്ടില്ല. ഈ റബ്ബർ വെട്ടാൻ നിങ്ങൾ ജനിച്ചപ്പോഴേ വല്ലതും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? നിങ്ങൾ റബ്ബർ വെട്ടുകാരനായിരിക്കണം അതൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല. വെള്ളമുള്ള കാലത്ത് പോയി മീൻ പിടിച്ച് വയ്ക്കുക. ഓരോരുത്തർ മീൻ പിടിച്ച് വയ്ക്കുന്ന കണ്ടാൽ കൊതി വരും. അരമണിക്കൂർ കൊണ്ട് പോയിട്ട് എന്തോ ഒരു മീനാണ് പിടിച്ച് വയ്ക്കുന്നത്. നമ്മുടെ പഠിക്ക മീൻ കിടന്നാലും നമ്മൾ പിടിച്ച് വയ്ക്കുകയും, കാരണം നമുക്കൊരു ജോലി അറിയത്തുള്ളൂ, ഒരു ജോലി നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പൊ പലർക്കും ആ ജോലി എന്ന് പറഞ്ഞാൽ തിന്നുക എന്നുള്ള ജോലിയാണ്. പൗലോസ് അവരെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജോലിയും ചെയ്യാം ആഹാരം കഴിക്കുന്ന ആൾ ചെയ്യരുത്. 1 സെന്റ് ഭൂമിയെ ഉള്ളെങ്കിലും ആ 1 സെന്റ് ഭൂമിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാകും. ഈ വിഷം പിടിച്ച് പച്ചക്കറി വാങ്ങിച്ച് കഴിക്കണം ആവശ്യമില്ല. പക്ഷെ കാലിയായിട്ടും കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ കയറി കിടക്കും. നമ്മൾ ചെയ്യൂല. ചെയ്യണമെന്നാണ്, ജോലി ചെയ്യണം. പൗലോസ് കൊണ്ട് പറഞ്ഞു, സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കാൻ. അതൊരു വലിയ കൽപ്പനയാണ് കേട്ടോ. എന്നിട്ട് പൗലോസ് തന്റെ മാതൃക പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ, നമ്മൾ 10-ഉം 11-ഉം 12-ഉം വായിച്ച 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്റെ മാതൃകയെ കുറിച്ച് പറയുന്നു. എന്താ തന്റെ മാതൃക?
പൗലോസ് പറയാണ്, ഞങ്ങൾ ആരുടെയും ആഹാരം വെറുതെ കഴിച്ചിട്ടില്ല. പല വീടുകളിൽ ചെന്ന ആഹാരമൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ വെറുതെ ആരുടെയും വീട്ടിൽ ചെന്ന ആഹാരം കഴിച്ചിട്ടില്ല. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും അതിന്റെ പിന്നിൽ അധ്വാനിച്ചിട്ടാണ്. പ്രസംഗം തയ്യാറാക്കാനും വേദഭാഗം പഠിക്കാനും 8-9 മണിക്കൂർ അധ്വാനിച്ചൊരു പ്രസംഗം ചെയ്തതിന് ശേഷമാണ് ആരെങ്കിലും പറയുന്ന ബ്രദറെ എന്ന് വെച്ചാൽ ചോറിട്ട് വാങ്ങും. അതിനിപ്പോ നമുക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പൗലോസും പറഞ്ഞു, ഞങ്ങളാരുടെയും വെറുതെ അധ്വാനിച്ചിട്ടുണ്ട്. ആ വെറുതെ ആരുടെയും മറ്റുള്ളവർക്ക് ഭാരമായി തീരാതിരിക്കാൻ പൗലോസ് പറഞ്ഞു, സ്വന്തം കൈ കൊണ്ടാവുള്ളൂ അധ്വാനിക്കുകയും ചെയ്തു. പിന്നെ നിങ്ങൾക്ക് മാതൃകയാകേണ്ടതില്ല. ഞങ്ങൾക്ക് അനുവാദമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വേലക്കാരന്റെ കൂലിക്ക് യോഗ്യനാണ്. പക്ഷെ നിങ്ങള് തെസലോനിക്കയിലെ വിശ്വാസികൾ വേല ചെയ്യുന്നതിൽ വളരെ പുറമോട്ടാണ്. അവർക്ക് വേല ചെയ്യുന്ന മോശമാണ്. അങ്ങനെ ചില ആളുകൾ എപ്പോഴും തേക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ രാഷ്ട്രീയക്കാർ കതിലൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കും. ഏതാ കയ്യും കൊണ്ട് ഒരു വേലയും ചെയ്യില്ല. പരകാര്യത്തിന് ഇടപെട്ടിങ്ങനെയാണ് പിരിവൊക്കെ. ഓരോ കാര്യം നടക്കില്ല. വിശ്വാസികൾക്ക് അതൊന്നും ഒക്കില്ല. വിശ്വാസികൾ ജോലി ചെയ്യും. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എന്തെങ്കിലും ജോലി ചെയ്യാതെ ആരും കഴിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വൈകിട്ട് പോയൊന്നും കഴിക്കരുത്. ദയവ് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചിരിക്കും. വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിലെ ജോലി ചെയ്യാനും ആഹാരം ഉണ്ടാക്കാനും എല്ലാം ജോലിയാവുന്നു. ജോലിയല്ലെന്ന് തന്നെ ഞാൻ പറയാം. എന്തെങ്കിലും ചെയ്യാതെ, ഒന്നും ചെയ്യാതിരുന്നു, അതായത് പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്നാണ്. നാം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഉൽപാദനം ഉണ്ടാകും. ഇപ്പോ ഒരു മൂട് പയറ് നട്ടു, അതിന് ചുവട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റും കൊണ്ടിട്ടു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഒരു അധ്വാനമാണ്. അതിനെ പയറ് പറിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് അനുവാദമാണ്. കാരണം അത് അധ്വാനിക്കുന്ന കൃഷിക്കാരന് അത്ര ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. പിന്നെ പ്രായമായവർക്ക് നിയമങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അവരൊക്കെ പ്രായമായി പോയില്ലേ. അപ്പൊ അവർക്ക് ചെയ്യാവുന്ന ജോലി ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അവരുടെ ജോലി. അതവർ ചെയ്യാതെ കഴിക്കരുത്. പൗലോസ് അതേക്കുറിച്ചൊക്കെ പറയുന്നുള്ള, വിധവമാരെ കുറിച്ചൊക്കെ പറയുന്നുള്ള, അവർ രാവും പകലും ദൈവത്തിൽ ആശ വെച്ച് പ്രാർത്ഥന കഴിക്കുന്നുവെങ്കിൽ അങ്ങനെ. ഹന്ന എന്ന പ്രവാചകി അതല്ലേ ചെയ്ത? ഹന്ന 7 കൊല്ലം 8 കൊല്ലം എത്ര വർഷമായിരുന്നു കുടുംബജീവിതം നയിച്ചത്? ചെറിയ പ്രായത്തിൽ 7-ാമത്തെ 8-ാമത്തെ വയസ്സിൽ വിധവയായി തീർന്ന ഒരു സ്ത്രീയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 വർഷം 17 വർഷം ജീവിക്കുക. ദൈവാലയത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ വരുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ ദൈവാലയത്തിലെ യാഗത്തിൽ നിന്നും അവരെന്തെങ്കിലും കൊടുക്കും, ഇച്ചിരി ആഹാരമല്ല. അങ്ങനെയൊക്കെയുള്ളവരെ പറ്റിയാണ് പറയുന്നത്. വിധവമാരെ ചേർക്കുന്ന പറഞ്ഞപ്പോൾ സകല സൽപ്രവൃത്തിയും ചെയ്തു പോരുന്നുവെങ്കിൽ ചേർക്കാമെന്ന്. ഭർത്താവുള്ള കാലത്ത് സകല സൽപ്രവൃത്തിയുടെ വലിയൊരു ലിസ്റ്റ് ബൈബിളിലുണ്ട്. ഈ സകല സൽപ്രവൃത്തിയും ചെയ്തു പോരുന്നെങ്കിൽ മാത്രമേ പരിഗണിക്കാവൂ, അല്ലേ പരിഗണിക്കാം. അതിന്റെ കൂട്ടത്തിൽ മക്കളെ വളർത്തുകയും എല്ലാം ഉണ്ട്. അത് സൽക്കാരം ചെയ്യുകയും വിശുദ്ധന്മാരുടെ കാല് കഴുകുകയും എല്ലാം ഉണ്ട്. അതൊക്കെ ചെയ്തവർ വേണം. ഇന്നത്തെ സ്ത്രീകളെ ഒന്നും ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യില്ല. വല്ലവരുടെയും കാല് കഴുകാൻ നമുക്ക് കാല് കഴുകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഷൂവും സോക്സും ഒക്കെ ഇട്ടല്ലേ വരുന്നത്. ഇനി ഇവിടെ കാല് കഴുകാൻ? ഇന്നത്തെ കാലത്ത് പൊടിയുള്ള മണ്ണിക്കൂടൊക്കെ വരുന്നത്. വരുന്നപ്പോൾ കാല് കഴുകും. അപ്പൊ ഇന്നത്തെ കാലത്ത് കാല് കഴുകുന്നതിന് പകരം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരുടെ ചെരുപ്പ് തുടച്ച് വൃത്തിയാക്കി ഷൂ പോളിഷ് ചെയ്തു. അതാണ് ഇന്നത്തെ കാല് കഴുകുക. എൻ്റെ അപ്പച്ചൻ എന്നോട് ഒരാളെ കുറിച്ച് പറയുമായിരുന്നു. അത് വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു കമ്പനിയുടെ ജനറൽ മാനേജർ. അദ്ദേഹത്തിന് വീട്ടിൽ എപ്പോഴും അപ്പച്ചൻ ചെന്നിട്ടുണ്ടെങ്കിൽ വെളിയിൽ ചെരുപ്പിട്ടേച്ച് പോകും. തിരിച്ചു വരുമ്പോൾ അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തുടച്ച് പോളിഷ് ചെയ്ത് മക്കളെ അങ്ങനെ ശീലിപ്പിച്ചിട്ട്. മക്കളെല്ലാം വലിയ ആളല്ല. ആര് വീട്ടിൽ വന്നാലും അവരുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി തുടച്ച് വൃത്തിയാക്കി പോളിഷ് ചെയ്യേണ്ടതാണ് പോളിഷ് ചെയ്ത് കൊണ്ടുവച്ചേക്കും. അപ്പോൾ അത് മക്കളെ ശീലിപ്പിച്ച് മക്കളുടെ ജോലി അവർ ചെയ്യുവാണ്. താൻ ആ വീട്ടിൽ ചെന്നിട്ടുള്ള എല്ലാ സമയത്തും എനിക്ക് നാണക്കേട് വന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഞാനൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് വേണ്ടി ചെന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി ഉടനെ തന്നെ അവിടെ 3-4 സൗകര്യം പറഞ്ഞു. അയ്യോ, ബ്രദറിന്റെ ഷൂ പോളിഷ് ചെയ്താലടി എന്ന് പറഞ്ഞ ഒരാൾ പറ്റപ്പെട്ടു. പ്രായമുള്ളവരാൾ വിവാഹം കഴിച്ചത്. ഓടി വന്ന ഒരാൾ എൻ്റെ ഷൂ എടുത്തിട്ട് പോയി അവരെല്ലാം കൂടെ തുടച്ച് പോളിഷ് ഒക്കെ ചെയ്ത് കൊണ്ടുവച്ചു. ഞാൻ അങ്ങ് കാണിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് ഇരുന്നില്ലയോ, ഷൂവിന് പൊടിയൊക്കെ പറ്റത്തില്ലേ. കുറച്ചു കാലം കഴിഞ്ഞ് 2ാമതൊരു പ്രാവശ്യം ചെന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അവിടെ സൗകര്യമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ചെന്ന് പറയുമ്പോൾ അയ്യോ, ബ്രദറിന്റെ ഷൂ എല്ലാം പൊടിയാടി. അപ്പൊ അന്നൊരു കാര്യം ഞാൻ പഠിച്ചു. ഏതെങ്കിലും വീട്ടിലെ കയറി ചെല്ലുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പറെങ്കിലും കൊണ്ടൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട്. ഓരോരുത്തരുടെ മൂല്യങ്ങളാണ്. അതെ, നമ്മൾ കളിയാക്കാൻ വേണ്ടിയല്ല. അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നതായിരിക്കുന്ന ഒരാളിന്റെ വസ്ത്രവും ഒരാളിന്റെ ഷൂവും എല്ലാം ഭംഗിയായി. ഗ്രേസ് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കും, എനിക്ക് ചിരി വരിക. ഒരു സഹോദരി ഗ്രേസിനോട് പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന കാലത്താണ്, ആന്റി ചേച്ചി ഞങ്ങൾ ഈ സ്റ്റാൻഡ് പ്രസംഗം കേൾക്കാൻ വരുന്നവർക്ക് വചനത്തോടുള്ള സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞു വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച് ഒരു നല്ല മനുഷ്യൻ
സ്റ്റേജിലൊന്ന് കാണുന്ന ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഉപദേശിമാർക്ക് പൊതുവെ ഒരു ഷാബി ക്ലോത്തും അങ്ങനെയുണ്ട്, ഒരു തോളിലൊരു സഞ്ചി, അങ്ങനെ മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ധരിച്ച് മുടിയും ചെയ്യാതെ ഇങ്ങനെയൊക്കെ ചെല്ലുന്നത് അതാണ് ഭക്തിയുടെ ഒരു ലക്ഷണമെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെയല്ല, പുഷട്ടും ഒക്കെ ഇനി ചെയ്ത് ബെൽറ്റും ഒക്കെ കെട്ടി ഇങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ പറയാണ്, ഇയാള് പറയാ, ചേച്ചി ഞങ്ങള് വചനം കേൾക്കാൻ വന്നതൊന്നുമല്ല, ഞങ്ങള് വൃത്തിയായിട്ട് വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ. അപ്പൊ പ്രസംഗത്തിന് രണ്ടു വശമുണ്ട്, പ്രസംഗിക്കുന്ന വചനവും ഉണ്ട്, പ്രസംഗിക്കുന്ന ആളുമുണ്ട്. അപ്പൊ ഞങ്ങളെ സെമിനാറിൽ അത് പഠിപ്പിച്ചിരുന്നു. നിങ്ങളുടെ പ്രസംഗം ആരംഭിക്കുന്നത് വീട്ടിൽ വെച്ചാണ്, നിങ്ങൾ ഡ്രസ് ചെയ്യുമ്പോഴാണ്, ഷേവ് ചെയ്യുമ്പോഴാണ്, നിങ്ങൾ മുടി ചെയ്യുമ്പോഴാണ്. സഭാ നേതൃത്വത്തിലുള്ള ആളുകളോട് പൗലോസ് എന്താ പറഞ്ഞത്? മൂപ്പന്മാരെ വിളിച്ചിട്ട്, എഫെസോസിൽ നിന്നും മൂപ്പന്മാരെ ത്രോവാസിലേക്ക് നിന്ന് ആളയച്ച് മൂപ്പന്മാരെ വിളിച്ച് അവർ വന്നപ്പോൾ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പറഞ്ഞതില് അവസാനമായിട്ട് പറഞ്ഞത് എന്താ? 20-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം. പൗലോസ് അവർക്ക് ദൃഷ്ടാന്തം കാണിച്ചു. എന്താ ദൃഷ്ടാന്തം എന്നറിയാമോ? അധ്വാനിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ദൃഷ്ടാന്തം കാണും. പൗലോസ് മൂപ്പന്മാരെ വിളിച്ച് പറയാ, നിങ്ങളത് ചെയ്യണമെന്ന്. നിങ്ങൾ അധ്വാനിച്ചിട്ട് സഭയിലെ പാവപ്പെട്ട വിശ്വാസികളെ സഹായിക്കണം, മറ്റു വിശ്വാസികളെ പാവപ്പെട്ടവരൊക്കെ സമൂഹത്തിലെ സഹായിക്കണം. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്, കൊടുക്കുന്നതാണ് വാങ്ങുന്നതിനേക്കാൾ നല്ലത്. അത് അവരെ പഠിപ്പിച്ചൊരു പാഠമാണ്. അത് നല്ലൊരു പാഠമാണ്. അവർ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതായിരിക്കുന്ന പാഠവും അവർ ചെയ്യേണ്ടതായിരിക്കുന്ന പാഠവുമാണ്. നെഹമ്യാവിന്റെ മാതൃകയെക്കുറിച്ച് നമുക്കറിയാം. പഴയെന്ന് നോക്കുമ്പോൾ നെഹമ്യാവ് ഒരു ഗവർണറായിരുന്നു. യഹൂദയിലെ ഗവർണറായിട്ടാണ് നെഹമ്യാവിനെ വിട്ടത്. ഗവർണർമാർക്ക് ശമ്പളവും അലവൻസും ഒക്കെ ഉണ്ടായിരുന്നു. നെഹമ്യാവിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗവർണർമാരും ശമ്പളം വാങ്ങി. പക്ഷെ നെഹമ്യ വന്നപ്പോൾ എന്താ? നെഹമ്യ പറഞ്ഞു, ഞാനിതൊന്നും വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. വാങ്ങിയില്ലെന്ന് മാത്രമല്ല, തൻ്റെ പേർഷ്യയിൽ തൻ ഗവർണറായിരുന്ന കാലത്ത് സമ്പാദിച്ചതായിരിക്കുന്ന പണം കൊണ്ട് ഇവിടെയുള്ള ആളുകളെ വീണ്ടെടുക്കുകയും കടം വീട്ടുകയും സഹായിക്കുകയും ചെയ്യും. താൻ മാത്രമല്ല, തൻ്റെ ജോലിക്കാരിൽ ഒരാൾ പോലും ശമ്പളം വാങ്ങി. 10-12 വർഷം അവിടെ ജോലി ചെയ്തു, ശമ്പളം വാങ്ങാതെ ജോലി ചെയ്തു. എന്നിട്ട് തൻ്റെ ചെലവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ? അതെ, ഉണ്ട്. നെഹമ്യാവിന്റെ ചെലവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു ചെലവാണ് ഒരു ദിവസം വേണ്ടി വന്നത്. കാരണം താൻ ഗവർണറാണ്. അടുത്തുള്ള ഗവർണർമാരൊക്കെ വിസിറ്റ് വരുമ്പോൾ എല്ലാവരും 10, 15, 20, 30, 40 സ്റ്റാഫിനെയും കൊണ്ട് വരുന്നത്. ഇവിടുത്തെ പ്രധാനമന്ത്രി പോകുന്ന പോലെ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന മര്യാദകളൊക്കെ ഉണ്ട്. അവർക്ക് ഗവർണർമാരുടെ സംസ്ഥാനത്തെ ഗവർണർമാരുടെ മീറ്റിംഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് വെച്ച്. അപ്പോൾ അതിനൊക്കെ പോകുമ്പം 10, 20, 30 സെക്രട്ടറിമാരും അവരും എല്ലാം ഫയലും എല്ലാമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഗവർണർ വേണം അവർക്കെല്ലാം കൊടുക്കാൻ. 10, 100, 200, 300 പേര് കാണും. അത് വല്ലതും കൊടുത്താൽ മതി അവർക്ക്, ഗവർണർമാരല്ലേ. ശലോമോന്റെ ഒരു ദിവസത്തെ ആഹാരത്തെ കുറിച്ചൊക്കെ പറയുന്നില്ലേ? മാൻ എത്ര തടിപ്പിച്ച മാൻ എത്ര, അതെത്ര, കാടെത്ര, പുൽപ്പുറത്തെ കാളയെത്ര, തടിപ്പിച്ച കാളമാരെത്ര, എല്ലാം കൂടെ ഞാൻ ഇന്ന് രാവിലെ അത് വായിച്ചിട്ട് അന്തം വിട്ട് ഞാൻ പറഞ്ഞ്, പട്ടവന്മാര് നിങ്ങളൊരു രാജാവ് ആയാൽ അങ്ങനെ ചെയ്യാനൊക്കൂ. എല്ലാ ചാമക്കഞ്ഞി ഒന്നും കുടിച്ച് വരുന്നവർക്ക് കൊടുക്കാനൊക്കുമില്ല. നമ്മുടെ നിലവാരം, നമുക്ക് വീട്ടിൽ എന്തും കഴിക്കാം, പക്ഷെ വരുന്നവർക്ക് കൊടുത്തെങ്കിലേ അങ്ങനെ കൊടുക്കണം. അങ്ങനെ വേണം ആളുകളെ ട്രീറ്റ് ചെയ്യാൻ. കർത്താവിന്റെ ദാസന്മാരായിരിക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഒരു സ്റ്റാൻഡേർഡ് വിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്കിവിടെ പട്ടിണി കിടക്കാം. പണ്ടാരോ പറഞ്ഞതുപോലെ ഒന്നും കഴിച്ചില്ലെങ്കിലും മുണ്ട് മുടുക്കി കുത്താൻ പറ്റിയ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. കാരണം അല്ലേ മറ്റന്മാരെന്ത് വിചാരിക്കും. അതുപോലെ പിള്ളേർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ വരുന്നവർക്ക് കൊടുത്തിരിക്കണം. അവരവിടെ നിന്ന് പോകുമ്പോൾ സമൃദ്ധിയാന്ന് തോന്നുന്നു കേട്ടോ, മുട്ടയൊക്കെ തന്നായിരുന്നില്ല, എല്ലാം തന്നോ, ഉപദേശിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ തോന്നുന്നത്. ഉപദേശിക്കുമ്പോൾ ആയിരിക്കും അറിയാതെ കൊടുത്തതിന് പിന്നിലെ ബന്ധപ്പാട് എന്താന്നുള്ളത്. അത് വേറൊരു വിഷയം. അപ്പോ നെഹമ്യാവിന്റെ ദൃഷ്ടാന്തമൊക്കെ എങ്ങനെയാണ്? നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, തോബിയാവും സൻബല്ലത്തും ചെയ്ത ഈ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരെയും നൊവേദ്യ എന്ന പ്രവാചകയും എന്നെ ഭയപ്പെടുത്തുവാൻ നോക്കി മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. വലിയൊരു മതിൽ പണിയിലാണ്. 52 ദിവസം കൊണ്ട് ആ ഇസ്രായേലിന് ചുറ്റും മതിൽ പണിയെന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ അതേക്കുറിച്ച് വേറൊരു ഭാഗത്ത് പറഞ്ഞ ജനത്തിന് പണിയാൻ മനസ്സുണ്ടായിരുന്നൊരു പണി വേഗം നടന്നതാണ്.
ഇവിടെയൊക്കെ ഒരുപാട് പണികൾ ഈ കെട്ടിടത്തിന്റെ പേരിലൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്ക് സഭയിലൊക്കെ ഒത്തിരി ആളുകളുണ്ട്. നമ്മളെല്ലാം കൂലി കൊടുത്ത് മൈക്കാരനെ നിർത്തിയാ ചെയ്യിക്കുന്നത്. സഹോദരന്മാരൊന്നും വന്ന് ചെയ്യുമെന്ന് ഇല്ല. ചെയ്യാൻ അറിയാൻ വിചാരിച്ചിട്ടൊന്നുമല്ല, മനസ്സില്ലാഞ്ഞിട്ട്, വേറൊന്നുമല്ല. ഇനി ചിലർ ചെയ്താൽ പോലും അവർക്ക് കൂലി കൊടുക്കണം. എൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്താന്ന് വിചാരിക്കും. ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ ഹോള് പണിത കാര്യം ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എല്ലാവരും ജോലിക്ക് പോകും. ജോലിയൊക്കെ കഴിഞ്ഞ് അവർക്കെല്ലാം ജീവിക്കണം. കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരും കൃഷി ജീവിക്കുന്നവരും ഒക്കെയാണ്. വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ എല്ലാവരും വരും. മുഴുവൻ സഭയിലുള്ളവരും വരും. സഹോദരന്മാരും സഹോദരിമാരും പിള്ളേരും എല്ലാം വരും. ഒരു രാത്രി 12 വരെ ബൾബൊക്കെ ഇട്ട് കല്ല് കെട്ടുന്നതും എല്ലാ പണിയും, ആ കെട്ടിടത്തിന്റെ മുഴുവൻ പണിയും ഈ രാത്രിയിലാണ്. എല്ലാ ദിവസവും ഇങ്ങനെ രാത്രി ഒരു 6 മണിക്കൂർ ഒരു പണി. 10 പൈസ പോലും ആർക്കും കൊടുക്കാതെ ഒരു പണി. തട്ടടിക്കാൻ അവരുടെ കയ്യിൽ പലകമില്ലാഞ്ഞുകൊണ്ട് അത് മാത്രം വാടകയ്ക്ക്. വിശ്വാസികൾക്ക് അവരുടെ ഹോളാണ്, അവരുടെ എൻ്റെ വകയാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടതാണെന്ന് അവർക്ക്. നമ്മുടെ വിശ്വാസികൾ എന്ന് പറയാം, ആരെ കാശുള്ളവർ ചെയ്യിക്കേണ്ടത്, എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് ഞായറാഴ്ച ഒന്ന് ചെയ്തിരിക്കണം, ഇവിടെ നിന്നും അപ്പം നോക്കിയിട്ട് പോകാൻ. അത്രേ ഉള്ളൂ. ഈ മെന്റാലിറ്റി ഒന്ന് ജോലി ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു അധ്വാനശീലം ചെറുപ്പത്തിലേ നമുക്ക് വേണമെങ്കിൽ നടക്കും. അതില്ലെന്നാണ് ഞാൻ പറയുന്നത്. ജോലി ചെയ്യാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു അധ്വാനശീലം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സകല സൽപ്രവൃത്തിയിലും വക പ്രാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കണമെന്ന് 2 തിമോത്തി 2:21 പറഞ്ഞിട്ടുണ്ട്. നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ തന്നു. ആ 10 കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളിൽ ഒന്നാണ് ജോലി ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഈ 10 കൽപ്പനകളിലെ ശാബദാചരണത്തെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ ശാബദിനെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 20-ാം അധ്യായം എടുത്ത് പുറപ്പാട് 20-ന്റെ 9-ാമത്തെ വാക്യം വായിച്ച്. 6 ദിവസം കൊണ്ട് അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യും, പിന്നെ അന്ന് നീ ഒന്നും ജോലി ചെയ്യും. ജോലി ചെയ്യരുതെന്ന് പറഞ്ഞതിന് മുമ്പ് ആദ്യം പറഞ്ഞത് എന്താ? നീ ജോലി ചെയ്യണമെന്നാ പറഞ്ഞല്ലേ? നീ 6 ദിവസം എല്ല് നുറുകെ പണി ചെയ്യണം. പണി ചെയ്താൽ മാത്രം പോരാ, നിന്റെ പണി മുഴുവനും തികയ്ക്കണം. തിങ്കളാഴ്ചത്തേക്ക് അല്ലെ ഞായറാഴ്ചത്തേക്ക് നീ ഒരു കാര്യവും മാറ്റി വെക്കാൻ പാടില്ല. പഠിക്കുന്ന പിള്ളേരാന്നേ ഇവിടെ പാഠമെല്ലാം ചെയ്തു, റെക്കോർഡൊക്കെ എഴുതി, എല്ലാം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ക്ലീൻ. യഹൂദനാണെ അങ്ങനെയാണ്, എല്ലാ പേരും ചെയ്യുന്നു. വളവിടനെ വളവിട്ടോണം, എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തോണം. ഫിനിഷ് യുവർ വർക്ക് ഇൻ 6 days, then 7th day rest. എല്ലാവരും 7th day റെസ്റ്റ് ചെയ്യണമെന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 7-ാം ദിവസം ശാബദ് ആചരിക്കണം. ശാബദ് ആചരണം എന്താ പറഞ്ഞത്? എന്താ ശാബദ് ആചരിക്കുന്നത്? 6 ദിവസം കൊണ്ട് അധ്വാനിച്ച് വേല ചെയ്തിട്ട് നീ വെറുതെ ഇരിക്കണമെന്നാ പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേല ചെയ്യണമെന്നുള്ളതിനാണ്. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 6 ദിവസം അധ്വാനിക്കുക. ഒരു ദിവസം റെസ്റ്റ് ചെയ്യണമെന്നുള്ളതിനാണ് പ്രാധാന്യം, 6 ദിവസം വേല ചെയ്യണമെന്നുള്ളതിനാണ് ഈക്വൽ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 6 ദിവസം വേല ചെയ്യാത്തവൻ 7-ാം ദിവസം വിശ്രമിച്ചിട്ട് യാതൊരു കാര്യവും ശപിക്കപ്പെട്ടവനാണ്. കാരണം എന്താ? നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. നീ 7-ാം ദിവസം നിനക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? ഒന്നും ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് സുനഗോഗിൽ പോവോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുകയോ ചെയ്താൽ മതി, ജോലി ഒന്നും ചെയ്യണ്ട. അവിടെ 7-ാം ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, ഒന്നും ചെയ്യണ്ട. 6 ദിവസമായി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തത്. അന്ന് ജോലി ചെയ്യണമെന്നാ പ്രമാണം. നമ്മുടെ വിശ്വാസികളും നമ്മുടെ പഠിക്കുന്ന പിള്ളേരും ഒക്കെ ഈ പ്രമാണം പോലും അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇതൊക്കെ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളാണെന്നേ. 104-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം പറയുന്നത് പണി ചെയ്യേണ്ട സമയവും പറഞ്ഞിട്ടുണ്ട്. 6 ദിവസം അധ്വാനിക്കണം. പക്ഷെ എത്ര മണി തുടങ്ങി എത്ര മണി വരെയാ? സന്ധ്യ വരെയുള്ളതാണ്. അപ്പൊ എപ്പോഴാ? രാവിലെ മുതൽ സന്ധ്യ വരെയുള്ള വേല. അതാണ്. 12 മണിക്കൂർ വേല ചെയ്യാനും 12 മണിക്കൂർ ഉറങ്ങാനും വീട്ടുകാരും ചെയ്യാനും. അപ്പൊ ഇന്നിപ്പോ ഗവൺമെന്റ് വളരെ ഗ്രേഷ്യസ്, അതുകൊണ്ട് പറഞ്ഞു 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി പറഞ്ഞു. എന്തോ ഒരു സഹായമായി. 16 മണിക്കൂർ ജോലി ചെയ്യേണ്ട, 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അതും ആഴ്ച 5 ദിവസം ജോലി ചെയ്താൽ. ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പച്ചനോടൊക്കെ ഭയങ്കര പിണക്കുമായിരുന്നു കാര്യങ്ങൾ. ചിലപ്പോഴും വീട്ടിൽ 6-7 പശുക്കളുണ്ട്. ഈ 7 പശുക്കൾക്കും എനിക്ക് ഓർമ്മയുള്ള കാലം തുടങ്ങി സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ വല്ലതും കഴിച്ചോണം, ഉഴുക്ക് കാണുമോ നിറച്ച് കഴിച്ചോണം, ഇരുമ്പെടുത്തോണം, ഒരു കയറും എടുത്തോണം, മലയിൽ കയറിക്കോണം, പുല്ലിറക്കാൻ. പിറ്റേ ദിവസം വൈകിട്ട് 6 മണി വരെ ഉള്ള സമയത്ത് പശുക്കൾക്ക് 7 പശുവിന് സമൃദ്ധിയായി തിന്നാനുള്ളതായിരിക്കുന്ന പുല്ല് മുഴുവനും വെട്ടിക്കൊണ്ടു.
കോളേജ് പഠിക്കുന്ന വീട്ടിൽ നിന്ന് പോകുന്നത് വരെയും അത് ചെയ്തിരുന്നു കോളേജ് പഠിക്കുന്ന കാലത്ത് വെച്ച്. അപ്പൊ നാളെ SSLC പരീക്ഷയാണല്ലേ BSc കെമിസ്ട്രി പരീക്ഷയാണെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പറയും അതൊക്കെ മനസ്സിലിരിക്കേണ്ടത്. പരീക്ഷ നിനക്ക് വേണ്ടി എഴുതിയാൽ മതി, എനിക്ക് നിർബന്ധം തോന്നില്ലെന്ന് പറയും. പരീക്ഷ എന്ന് പറയുന്നത് നിന്റെ ഒരു പ്രിവിലേജാണ്, നിന്റെ അവകാശത്തിൽപ്പെട്ടതല്ല. പശുവിന് പുല്ല് വെട്ടുന്നത് നിന്റെ ജോലിയാണ്, ഡ്യൂട്ടിയാണ്. അപ്പൊ പറയും ഡ്യൂട്ടി കംസ് ബിഫോർ പ്രിവിലേജസ്. അപ്പോ ഈ വൈകിട്ട് 5 മണിയാകുമ്പോൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഈ ഇതുകൊണ്ട് ഈ മലയിൽ പോയി പുല്ലറുത്ത്, ഞാനും അനിയനും ഉണ്ട്, രണ്ടുപേരും ഇത്രയും കെട്ടും. പിന്നെ അന്നത്തെ പാവസ്വഭാവം ഉള്ളതുകൊണ്ട് അത് കെട്ടുമ്പോഴൊക്കെ ഇച്ചിരി വെച്ച് പൊങ്ങിയൊക്കെ വെച്ച് ഒക്കെ കൊണ്ടിരും. അപ്പച്ചന്റെ മുന്നിൽ കൂടെ പോകുമ്പോ അപ്പച്ചൻ പറയും ഇന്ന് കളിയായിരുന്നല്ലേ, ഈ പുല്ലും കൊണ്ട് നാളെ വരെ നിൽക്കത്തില്ല, പരിപാടി നടക്കില്ലെന്ന് പറയും. അപ്പച്ചനത് ചവിട്ടി മെതിച്ച് ചെരുക്കി വെച്ച് കെട്ടി. അപ്പൊ അങ്ങനെയാ ജീവിച്ചത്, സത്യം പറയാം, അങ്ങനെയാ ജീവിച്ചത്. എനിക്ക് അതേക്കുറിച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അക്കാലം. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കും, ഇപ്പോഴല്ല, കുറേ കാലം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. അന്ന് പശുവിന് പുല്ലൊന്നും പൊട്ടണ്ട, കാരണം അന്ന് പശുക്കളൊന്നും ഉണ്ടായിരുന്നില്ല വീട് വിട്ടു പോയപ്പോൾ. പക്ഷെ ജോലി ചെയ്യാൻ മടിയില്ല. നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട, നിങ്ങളുടെ ചെലവുള്ള കാശ് എന്താ നേക്കാമെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന അനേകരുടെ കാണും. ചിലരെല്ലാവരും വാങ്ങില്ല, അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യിച്ചോളാം, ഞാൻ എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് എൻ്റെ കുടുംബത്തെ നടത്താൻ എൻ്റെ ചെലവ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നവരുണ്ട്. അവരാണ് യഥാർത്ഥ ദൈവമക്കളെന്ന് പറയും. മറ്റുള്ളവരൊന്നും നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ മതിയായ കാരണം വേണം. നമ്മൾ രോഗിയാണ്, ചില സാഹചര്യത്തിൽ നമുക്ക് സാമ്പത്തിക ഭാരം വന്നു, എന്തെങ്കിലും വന്നു, അപ്പോൾ നമ്മൾ സൗകര്യമാരെ തന്നാൽ സഹായിക്കാൻ വാങ്ങണം. അല്ല വെറുതെ എൻ്റെ കാര്യം വാങ്ങും, നമുക്കൊരു അഭിമാനമില്ലേ? പൗലോസ് പറഞ്ഞു ഞാൻ വെറുതെ ആരുടെയും ആഹാരം ഭക്ഷിച്ചില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഉപ്പ് കാപ്പി വന്നാൽ ഞാനൊന്നും ചെയ്തില്ല കാപ്പി കുടിക്കാൻ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ചെയ്യാൻ കാപ്പി കുടിക്കാം. കാപ്പി കൊടുക്കുന്നത് നിങ്ങളുടെ സൽക്കാരത്തിന്റെ ഭാഗമാണ്, അത് ഞാൻ നിരുത്സാഹപ്പെടുത്തുകയില്ല. പക്ഷേ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അതിന് ഞാൻ അർഹനാകണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഞാൻ ചെയ്യണം. പല പ്രധാനക്കാരുടെയും വീടുകളിലൊക്കെ പോയാൽ ഇപ്പോഴും ഉണ്ട്. അവര് എന്തെങ്കിലും നമ്മൾ ആവശ്യത്തിന് പോകും, നമ്മൾ ബന്ധപ്പെട്ടത് ചിലർ പിന്നെ അധികം പേര് ചെയ്യാറില്ല, ചിലർ ചെയ്യും. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അവരകത്തെ മുറിയിലേക്ക് പോകും. എനിക്കറിയാം അവർ കാശെടുക്കാൻ പോയാൽ 1000, 2000, 500 എന്തെങ്കിലും അവർ കൊണ്ടുതരും. അത് അവരുടെ രീതിയാണ്. പ്രകാരം അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ദൈവദാസന്മാർ വന്ന് അവർക്ക് എന്തെങ്കിലും കൊടുത്തുവിടണം, ഈ സഭക്കാരേതാണെന്നൊന്നും. അപ്പൊ ഞാൻ പറയില്ല, ഞാൻ വാങ്ങരുത്, എനിക്ക് അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വാങ്ങും. വെറുതെ വന്ന് കാശ് വാങ്ങിച്ചിട്ട് പോകുന്നൊരു ഇടപാട് എനിക്കില്ല, അങ്ങനത്തെ രീതി എനിക്കില്ല, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ അവർ ചിലർ വളരെ അങ്ങ് നിർബന്ധിക്കും, അങ്ങനെ അല്ല, സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിർബന്ധിക്കുന്ന ചില ആളുകളുണ്ട്. വളരെ ഞാനും റിഫ്യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ശുശ്രൂഷ ചെയ്ത് അങ്ങനെ കാശ് വാങ്ങുന്നത്, കാശ് പിരിക്കാൻ വേണ്ടി നടക്കുന്ന ഉപദേശിവരുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിച്ചേച്ച് അവരോട് നിൽക്കും, പോവില്ല, കൊള്ളില്ല, ഒട്ടും കൊള്ളുകയില്ല. ജോലി ചെയ്യണമെന്നുള്ളതാണ്. ജോലി ചെയ്യാത്തതിന് ആഹാരം കഴിക്കരുത് എന്നുള്ള ബൈബിളിന്റെ പ്രമാണമാണ്. ആ പ്രമാണമൊക്കെ നമ്മൾ പാലിക്കണം, പാലിക്കാതിരിക്കരുത്. 90-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ്, മോശയുടെ പ്രാർത്ഥനയാണ്. അഹരോൻ മരിച്ച സമയത്ത് ചെയ്ത പ്രാർത്ഥനയാണെന്ന് ചില ആളുകൾക്ക് ചിന്തിക്കുന്നുണ്ട്. എങ്കിലും അവർ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയാണ്. മോശ പറയാണ്, ഞങ്ങൾ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് കൈകൊണ്ട്, അത് സാധ്യമാക്കി. ഒരു പയറിന്റെ വിത്തല കുഴിച്ചിട്ടേച്ച് പറയാൻ, കർത്താവ് എൻ്റെ ഈ കൈയുടെ പ്രവൃത്തിയെ നീ സാധ്യമാക്കി തരണം, ഇതിൽ നിന്ന് എനിക്ക് ഒരു പയറെങ്കിലും പറിക്കാൻ. വല്ലവന്റെ പയർ തോട്ടത്തിൽ ചെന്ന് പയർ പറിക്കുമ്പോൾ എൻ്റെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം എന്ന് പറഞ്ഞാൽ കൈ ഉണ്ടോ? നമ്മളെ അധ്വാനിക്കണം, നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പൊ ജോലി ചെയ്യാനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. മുഖത്തെ വേർപ്പുകൊണ്ട് അപ്പം തിന്നണമെന്നുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. അത് പാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ക്രിസ്തീയ ധർമ്മമാണെന്ന്, ജോലി ചെയ്യുക എന്നുള്ള ക്രിസ്തീയ ധർമ്മമാണ്. അതാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 3-ന്റെ പൗലോസ് തന്റെ ചരിത്രവും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ജോലിയോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ ഒരു വാക്യമാണ്. വിശ്വാസത്യാഗം ചെയ്തവർ അധമനേക്കാൾ കഷ്ടമാണ് ആര്? തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തത് എന്ന് പറഞ്ഞാൽ, ഒരാൾ എന്തുമാത്രം പണി ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും ആവശ്യത്തിന് വേണ്ടി പണി ചെയ്യണം, പോരാ. പിന്നെ സ്വന്തക്കാരെന്ന് പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. എൻ്റെ കസിൻസും അവരും ഇവരും ഒക്കെ ഉണ്ട്. അവരിലൊക്കെ സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതിനും ക്ഷീണം അനുഭവിക്കുന്നതിനുണ്ട്. അവരെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഉത്തരവാദിത്തമാണ്. ചില ആളുകൾക്ക് അതിനുള്ളതായിരിക്കുന്ന ആവശ്യമില്ലെന്നുള്ളത് ശരിയാണ്. കാരണം സ്വന്തക്കാരെന്ന് പറയുന്നവരെല്ലാം പണക്കാരാണ്, പിന്നെ ആരെ സഹായിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ അയൽക്കാരൊക്കെ കാണണം, സഹായിക്കാൻ ആവശ്യമാണ്. അപ്പൊ ഒരാൾ എത്രത്തോളം പണി ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തിന്റെ ആവശ്യം അധികം
എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി, എൻ്റെ ഭാര്യയും മക്കളും, അധികം എൻ്റെ കുടുംബക്കാർ, അങ്ങനെ ഉണ്ടല്ലോ, അപ്പനും അമ്മ സഹോദരന്മാർ, അവര്, പിന്നെ കസിൻസ്, ഇങ്ങനെയുള്ള ആളുകൾ. ഇത് കർത്താവിന് കൊടുക്കുന്നതൊന്നും അല്ല ഇത് വരുന്നത്, അത് ഇതിന് പുറത്തുള്ളതാണ്. അത്രയും വേണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്തുമാത്രം അധ്വാനിക്കണം. നമ്മുടെ തന്നെ കുടുംബത്തിന്റെ ആവശ്യം തന്നെ ഒന്ന് നടത്തിക്കൊണ്ട് പോകണേ എന്തോരം അധ്വാനം വേണം. അതിൻ്റെ കൂടെ ഇനി സ്വന്തക്കാർക്ക് വേണ്ടി കൂടെ കരുതുന്നതെന്ന് പറഞ്ഞാൽ അതെന്തൊരു അധ്വാനം. അധ്വാനിച്ചുണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ട് കൈ തന്നില്ലേ? എന്തിനാ രണ്ട് കൈ തന്നെ? രണ്ട് കൈ കൊണ്ട് ജോലി ചെയ്യുക. ഒരു കൈ കൊണ്ടല്ലേ വാരി തിന്നുന്നുള്ളൂ. ആരെങ്കിലും രണ്ട് കൈ കൊണ്ട് വാരി തിന്നോ? നീ രണ്ട് കൈ കൊണ്ട് അധ്വാനിച്ച് ഒരു കൈ കൊണ്ട് ഉണ്ടാക്കുന്നത് കഴിക്കാവൂ, ബാക്കിയുള്ളത് വേറെ കൊടുക്കാൻ വേണ്ടിയാ, ദാനം ചെയ്യാൻ വേണ്ടിയാ. അതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ആർക്കും 10 പൈസ കൊടുക്കാത്തവരായിരിക്കുന്ന ആളുകളുണ്ട്, ആർക്കും കൊടുക്കാത്തവർ. അവരൊക്കെ ഒരു ദിവസം കണക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളതൊരു ക്രിസ്തീയ ധർമ്മമാണ്. അത് ആ ധർമ്മം എത്രത്തോളം ജോലി ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അധികം നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പകൽ മുഴുവൻ വേല ചെയ്യണമെന്നാ 104 സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്ന പകൽ മുഴുവൻ വേല ചെയ്യണമെന്നാ. സന്ധ്യ വരെയുള്ള അധ്വാനത്തിന് വേണ്ടിയെന്ന് വായിച്ചായിരുന്നു. സന്ധ്യ വരെ എന്നാ, രാവിലെ തുടങ്ങി സന്ധ്യ വരെ. കർത്താവ് ഒരു പറഞ്ഞ ഉപമ ഓർക്കുന്നില്ലേ? 1-ാം മണി നേരത്ത് വന്നവൻ, 3-ാം മണി നേരത്ത് വന്നവർ, 6-ാം മണി നേരത്ത് വന്നവൻ, ഒരു കൂട്ടരെ 11-ാം മണി നേരത്തെ വന്നു. 1-ാം മണി എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിയാണ് നമ്മുടെ. 11-ാം മണി എന്ന് പറഞ്ഞാൽ വൈകിട്ട് നമ്മുടെ 5 മണിയാണ്. അപ്പൊ രാവിലെ 6 മണി തുടങ്ങി വൈകിട്ട് 5-6 മണി വരെ പകലുള്ള സമയം മുഴുവനും ജോലി ചെയ്യും. അവർ പറഞ്ഞല്ലോ, ഈ പകലത്തെ അധ്വാനം, വെയിലും അധ്വാനവും മുഴുവൻ ഞങ്ങൾ കൊണ്ട്, ഞങ്ങൾക്ക് ഒരു പണമേ ഉള്ളതായി. അധ്വാനിക്കണം. അധ്വാനിക്കാനാണ് നമുക്ക് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടത്. രാത്രി നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അങ്ങനല്ലേ? 104-ാം സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, രാത്രി നമുക്ക് വിശ്രമിക്കാനാണ്. 23-24 വാക്യങ്ങളിൽ അങ്ങനത്തെ സൂചനയുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അധ്വാനിക്കരുത്. അങ്ങനെ അധ്വാനിക്കരുത്. അങ്ങനെ അധ്വാനിച്ചാൽ നമുക്ക് കൊണ്ട് പ്രയോജനം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കൈകളുടെ വേലയെ നീ സഫലമാക്കി തരണം. 1 കൊരിന്ത്യർ 10:31 നമുക്കെല്ലാം അറിയാം. നമ്മൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമഹത്വത്തിന് വേണം. അങ്ങനെയാണ് ഇപ്പം വേല ചെയ്താൽ ദൈവനാമഹത്വത്തിന് വേണ്ടി വേണം. സഭാപ്രസംഗി 2:11 വായിക്കണ്ട, അവിടെ മായ എന്ന് പറയുന്നുണ്ട്. രാവിലെ തുടങ്ങി പകലുള്ള മനുഷ്യന്റെ അധ്വാനം എല്ലാം മായയാണ്. ആ മായ ആയിരിക്കുന്നതിന്റെ കാരണം ദൈവത്തെ മാറ്റി നിർത്തി അധ്വാനിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തി അധ്വാനിച്ചാൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. എനിക്ക് 1 Thessalonians 4:11-12 വാക്യങ്ങൾ ഇഷ്ടമാണ്. അതാണ് ഒന്നിനും മുട്ടില്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണ്. അഭിമാനം തോന്നണം. എൻ്റെ സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനം തോന്നും, എനിക്ക് നെറ്റ് തോന്നും. ബ്ലൂ കോളർ ജോലി ചെയ്യുന്നതിലൊക്കെ അഭിമാനം തോന്നും. ആ സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യുന്നു, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ പുല്ലറിയുകയും രാവിലെ എഴുന്നേറ്റ് തൊഴുത്ത് ക്ലീൻ ചെയ്യുകയും പശുവിനെ കറക്കുകയും ഒക്കെ ചെയ്തവർക്ക് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ജോലി ചെയ്ത് പഠിച്ചവർക്ക് കുഴപ്പമില്ല. വെറുതെ AC-യിൽ ഇരുന്ന് ഇറങ്ങി വന്ന് ഇച്ചിരി ആഹാരം കഴിച്ചു. കഴിക്കുന്ന ആഹാരത്തെ പറ്റി 100 കുഴപ്പവും 100 കുറ്റവും പറഞ്ഞ് എരിവില്ല, പുളിയില്ല, പുളി കൂടിപ്പോയി, ഇത് കൂടിപ്പോയി, ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നവരെ, അവരെ പിടിച്ചിട്ട് ഒരു 8 കിലോമീറ്റർ കൂന്താലിയും കൊടുത്തിട്ട് പറമ്പിലേക്ക് അവരെ വിടണം. ഉച്ചക്കലത്തെ ആഹാരം ആവശ്യത്തിലുള്ളത് നീ ഈ കൂന്താലിയും കൊണ്ടുപോയി വിളയിക്കണം. അങ്ങനെ ചെയ്യിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു പ്രയോഗമുണ്ട്, ഒന്നിനും മുട്ടില്ലാതിരിക്കാൻ. എനിക്കത് ഇഷ്ടം. ഒന്നിനും മുട്ട് വരുന്നത്. കാശില്ലേ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ഇതൊന്നും മുട്ടില്ല. കാശുണ്ട്, ഇഷ്ടംപോലെ കാശ് ഇന്ത്യയിലുണ്ട്, നമ്മൾ കയറി ഇറങ്ങി ചെയ്താൽ മതി. ഈ അമേരിക്കക്കാരെ പറ്റി എനിക്കുള്ളൊരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവർ ഏത് ജോലി ചെയ്യാനും യാതൊരു ലജ്ജയും. ഈ പെട്രോൾ പമ്പിലൊക്കെ ഗ്യാസ് അടിക്കാൻ ജോലി ചെയ്യുമ്പോഴാണ് ഞാനുണ്ട് എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ പോയത്. ഗ്യാസ് അടിക്കാൻ പറ്റുന്ന ആരാന്നറിയോ? എൻ്റെ കോളേജിലെ എൻ്റെ സെമിനാറിലെ പ്രൊഫസറാണ്. അപ്പൊ പേര് പറയും, സാറ് കാശിനത്തിന് അത്യാവശ്യമുണ്ട്, അപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇവിടെ പെട്രോൾ അടിക്കാമെന്ന് തീരുമാനിച്ചു. ജോലി കഴിഞ്ഞ് വന്ന് നമ്മുടെ ആളുകൾ ചെയ്യുമോ? ചെയ്യില്ല. അവർക്കൊരു അഭിമാനമാണ്. എനിക്ക് ആദ്യം അമേരിക്കയിൽ ചെന്ന് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്ന ജോലിയാണ്. ദൈവമേ, ഇവിടുന്ന് MA LLB ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് ആദ്യം കിട്ടിയ ജോലി പാത്രം കഴുകുക. 400 പിള്ളേരുടെ പാത്രം 2 മണിക്കൂർ കൊണ്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കണം. ഒരാളുടെ എൻ്റെ ഉള്ളു. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന്, കർത്താവേ, നീ എന്നെ ഇതിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്? ഇത്രയും വിദ്യാഭ്യാസം നന്നായി, ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, 10ാം ക്ലാസ് തോറ്റാൽ മതിയായിരുന്നല്ലോ പാത്രം കഴുകാനാണെങ്കിൽ.
അപ്പൊ അങ്ങനെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം കോളേജിന്റെ പ്രസിഡന്റ് എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു. ചോദിച്ചു, ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളു, നിങ്ങൾക്ക് പാത്രം കഴുകുന്നതിൽ ലജ്ജയുണ്ടോ എന്ന്. ഞാന് സത്യം പറഞ്ഞ ലജ്ജയില്ല, വേറെ ജോലി വല്ലതും കിട്ടിയാൽ കുറച്ച് സന്തോഷമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ലജ്ജയില്ലായിരുന്നു, ഒരു ലജ്ജയില്ല. എന്തിനു ലജ്ജിക്കുന്നത്? നമ്മുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നതല്ലേ, എന്താ ലജ്ജിക്കുന്നത്? പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോരോ ജോലികൾ ഞാൻ ചെയ്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ലജ്ജയും, ഒരു ലജ്ജയും, ഏത് ജോലി ചെയ്യാനും ലജ്ജയും. ആരോഗ്യ സമയം അനുവദിക്കാത്തതുകൊണ്ടേ ഉള്ളൂ, അല്ലെ ഏത് ജോലിയും ചെയ്യും. കിളയ്ക്കുകയോ മരം കയറ്റം മാത്രമേ എനിക്കധികം. ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ടു. ഒരിക്കലും തെങ്ങ കയറിയിരുന്നു, കയറി എങ്ങനെയോ ഇറങ്ങാൻ പറ്റില്ല. 2-3 മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കാലെടുത്ത് വെക്കുമ്പോ ചെന്നിതായിട്ട് പോലും എന്തോ ചെയ്യും. പിന്നെ ഒരു വിധത്തിൽ നെഞ്ചത്തെ തൊലി മുഴുവനും കളഞ്ഞ് ഞാൻ താഴെ ഇറങ്ങിയത് ഓർക്കുന്നുണ്ട്. അത് അപ്പച്ചനും അനുവദിക്കില്ലായിരുന്നു മരം കയറാൻ, ബാക്കി എല്ലാ ജോലിയും ചെയ്യാൻ. അപ്പോ ഒന്നിനും മുട്ട് വരരുതെന്നല്ല, ഒന്നിനും മുട്ട് വരരുത് ഒരു കാര്യത്തിൽ. ഞാൻ വിവാഹം കഴിച്ചു, 1956 വർഷങ്ങളായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടായിട്ടില്ല, പക്ഷെ മുട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. മേശയിൽ എപ്പോഴും ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ ബ്രെഡ് ആൻഡ് ബട്ടർ വിൽ ബി ഓൺ ദ ടേബിൾ. അവരുടെ ഏറ്റവും വില കുറഞ്ഞ ആഹാരം ബ്രെഡും ബട്ടറും, അതെപ്പോഴും മേശപ്പത്. അത്ര മതി. ഒന്നിനും മുട്ടില്ലാതിരിക്കണം, നമ്മളത് ശീലിക്കണം കേട്ടോ. മുട്ടില്ലാതെ ജീവിക്കാനായിട്ട് ശീലിക്കണം. സ്വകാര്യം നോക്കാതെ, സ്വന്തം കാര്യം നോക്കാതെ, മറ്റു കാര്യങ്ങളിൽ ഇടപെട്ട് സമയം പാഴാക്കാതെ, അതൊന്നും വിശ്വാസികൾക്ക് യോഗ്യമല്ല. വിശ്വാസികൾ പറയുന്നത്, നമ്മൾ മറ്റുമ്പേ വായിച്ചാണല്ലോ, നമ്മൾ മറ്റുള്ളവരുടെയും ക്ഷേമം നോക്കണം, മറ്റുള്ളവരുടെയും കാര്യം നോക്കണം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തില് സ്വന്തം ഭാരം ചുമക്കണമെന്ന് 5-ാം വാക്യത്തിലുണ്ട്. 6-ന്റെ 5 അപ്പന കാമ്പുവരോ ബുദ്ധി പറയും, അപ്പന കാമ്പുവരോ. പക്ഷെ അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു മറ്റുള്ളവരുടെ ഭാരം ചുമക്കണമെന്ന്. സ്വന്തം ഭാരം ചുമക്കണം, മറ്റുള്ളവരുടെ ഭാരം. ഒരു നല്ല പോളിസിയാണ്. നിങ്ങളുടെ ഭാരം ചുമക്കുന്ന കാണുന്ന സൗരന്മാരോട് ചോദിക്കണം, എങ്ങനെയുണ്ട് സൗര, ബുദ്ധിമുട്ടുണ്ടോ, ഭാരമുണ്ടോ, എങ്ങനെയാ? ഭാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കാശെടുത്ത് കൊടുക്കരുത്. എന്താ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല, എന്താ ജോലി ഇല്ല ബ്രദർ, എന്താ ഒരു കാര്യം, നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ജോലി തരും. എന്നാ ജോലിയാ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ ജോലിയാ? നിങ്ങൾക്ക് ജോലി വേണമെന്നല്ലോ. നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയാൻ അങ്ങനെ ജോലിയില്ല. ജോലിയില്ലാതെ ഒരു മനുഷ്യർക്ക് ചെന്ന് കമ്പനി ചെന്ന്, സാറേ വല്ല ജോലി ഉണ്ടോന്ന് ചോദിച്ചു. ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ഏത് ജോലിയും ചെയ്യും, എന്ത് ജോലി വേണം ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, അയാളെ രാവിലെ എന്ത് ജോലി കയറി, ഇന്ന് തന്നെ കയറാമെന്ന് പറഞ്ഞു. ഇന്ന് വരാൻ പറഞ്ഞു. റോഡിന്റെ സൈഡിലെ കരിങ്കൽ ഒരു ലോഡ് കരിങ്കൽ കൂട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഈ കരിങ്കല്ലെല്ലാം ഇവിടുന്ന് വാരി റോഡിൽ അങ്ങേ സൈഡിലിട്ടോ. വൈകിട്ട് ആഴ്ച. അപ്പൊ അതെല്ലാം സന്തോഷത്തോടെ ആ കഴിയുമ്പോൾ വന്ന് പറയണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, സാറേ അത് വാരി. അയാൾ വന്ന് നോക്കി പറഞ്ഞു, നല്ല ഭംഗിയായി ചെയ്തല്ലോ, ഇനി ആ കരിങ്കലെല്ലാം ആദ്യം കണ്ടത്തോട് പറക്കിയിടാൻ പറഞ്ഞു. അപ്പൊ മനസ്സിൽ തോന്നി ഞങ്ങൾക്ക് വട്ടായിരിക്കും, ഭ്രാന്തായിരിക്കും. എങ്കിലും നമ്മൾ അധ്യാപനക്കാരനല്ലേ, നമ്മളത് വീണ്ടും പറക്കിയിട്ട് ആദ്യത്തെ സ്പീഡിൽ പറക്കിയില്ല, കുറച്ചുകൂടി സമയം എടുത്താൽ ഇപ്പോൾ തീരുമ്പം എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. തീരുമ്പം ചെന്ന് പറഞ്ഞു ഇനി അതെല്ലാം തിരികെ. ഉടനെ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് പട്ടാടോ, എനിക്കെതിരെ കിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോലി തരിക. എനിക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഞാൻ ഒരു ജോലി സൃഷ്ടിച്ചതാ. ഈ കല്ല് അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക, അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക. എന്നിട്ട് വൈകിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? മറ്റു ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പോലെ ഒരാളുടെ കൂലി തരും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ജോലി വേണം, പക്ഷേ ഇത് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ കേട്ടെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജോലി ചെയ്യാൻ മനസ്സിലെന്നുള്ളതാണ്. ഈ അമേരിക്കയിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ കാണുന്നത് കാർ വാഷ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. കാർ വാഷ് 2-3 ചെറുപ്പക്കാർ കൂടി ഒരു ബക്കറ്റും സോപ്പും വെള്ളവും എല്ലാം കൂടെ കൊണ്ടുവന്ന്, തുണിയെല്ലാം കൊണ്ടുവന്ന് റോഡ് സൈഡിൽ നിൽക്കും. അവിടെ കാർ വാഷ് എന്ന് എത്തി. അപ്പോൾ നമ്മുടെ കാറ് ശരിയാണ്, ശരി ചെന്നു. അവർ പെട്ടെന്ന് കാറൊക്കെ വാഷ് ചെയ്ത് തുടച്ച് വൃത്തിയായി തന്നു. $50 അത് വാങ്ങിച്ചു വെച്ചു. അടുത്ത കാർ. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതുകൊണ്ട് ഇവിടെ നിന്ന് കാർ വാഷ് കിട്ടുമെന്നേ. നിങ്ങൾക്ക് കാർ വാഷ് കിട്ടും. ജോലിയില്ലാത്ത, സ്കൂളില്ലാത്ത ദിവസം നിങ്ങൾ 2 പേര് ബക്കറ്റും കൂടി നിങ്ങൾ മാറി നിന്ന് നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെയൊക്കെ ആയാലും 12,000 രൂപയുടെ കാശ് കിട്ടും. നമ്മൾ ചെയ്യില്ല. അതൊക്കെ നാണക്കെട്ട. കൂടെ പഠിക്കുന്ന പിള്ളേർ പോലും കണ്ടാൽ, പ്രത്യേകിച്ച് പെൺപിള്ളേർ പോലും കണ്ടാൽ അതൊക്കെ നാണക്കേടാന്ന്. പിന്നെന്താ, കൂട്ടുള്ളവരായിട്ട് ഇങ്ങനെ ചെയ്യാം. കൈ നീട്ടി ചോദിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്, നമ്മുടെ ഒരു സഹോദരനാ. കടം വാങ്ങുന്നതിന് യാതൊരു പ്രയാസമില്ല. അവസാന സഭക്കാരനെ വിളിച്ച് പറഞ്ഞ്, ബ്രദർ വന്ന് ഈ സഹോദരന്റെ കാര്യത്തിൽ നിന്ന് ഇടപെട്ടി വെക്കുമെന്ന് പറഞ്ഞൊക്കെ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരോടും കടം വാങ്ങി.
പിന്നെ നാട്ടുകാരോടും കടം വാങ്ങും, ആർക്കും തിരിച്ചു കൊടുക്കില്ല. അപ്പൊ ഞാൻ ചെന്ന് അവരോട് ചോദിച്ചു, സൗരന് പല കാര്യങ്ങൾ പറഞ്ഞു സൗര നാണമില്ല എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നാണമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ബ്രദറെ, ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്തവന് ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടാലും എവിടെ പോയി എന്താ പറയുക, എന്നിട്ടേ കാശുണ്ടോ അത്യാവശ്യം, ഒരു 200 രൂപ, ഒരു അത്യാവശ്യം ഒന്ന് മാറ്റി പറിക്കാൻ, ഒരു നാണവും ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ബസ് വിൽക്കാൻ പറഞ്ഞു, ഉള്ള ബസ് വിൽക്കാം, എന്നിട്ട് കടം മുഴുവൻ വീട്ടാൻ, ബാക്കി കാശ് വല്ലതും ഉണ്ട് അതും കൊണ്ട് പറയാമല്ലോ. ബസ് വിറ്റ് മുഴുവൻ കടവും വീട്ടി, ബാക്കിയുണ്ട് ഒരു 10 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും കൂടെ വാങ്ങിച്ചു അധ്വാനം ജീവിക്കാം. ഈ കടം വാങ്ങിയാണ് ജീവിക്കുന്നത് മനുഷ്യൻ, അങ്ങനെയാണ് ജീവിക്കുന്നത്. അതൊരു ശീലമാക്കിയ ആളുകള്. എന്നിട്ട് എന്നും കടഭാരമാണ്, കടമേ കടം. ഇല്ല, അധ്വാനിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. അപ്പൊ സ്വന്തം ഭാരം മാത്രം ചുമന്നാൽ പോരാ, മറ്റുള്ളവരുടെയും ഭാരം ചുമക്കണം. നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റാർക്കും ഭാരമാകരുത്, എന്നാൽ അനേകരുടെയും ഭാരങ്ങളെ ഞാൻ ചുമക്കുന്നതാണ്. ദൈവമേ, എന്നെ ആർക്കും ഒരു ഭാരമാക്കരുത്, പക്ഷെ അനേകരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ എൻ്റെ തോളിന് ഈ ശക്തി തരണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഡിസിപ്ലിൻ ഫോർ വർക്ക്, അതാ നമ്മൾ പറഞ്ഞ ജോലി ചെയ്യാനുള്ള അച്ചടക്കം, അത് ചെറുപ്പത്തിലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. 2 വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കണം. അവരവരെ ജോലി ചെയ്യാനും അവരുടെ പാഠം പഠിക്കാനും ഹോംവർക്ക് അന്നു തീർക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും വേണം. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് വേണം. ഇന്നത്തെ കാലത്ത് എന്ത് ജോലി ചെയ്താൽ കാശുണ്ടാക്കുക. വെറുതെ ഈ റോഡിൽ കിടക്കുന്ന കല്ല് പറക്കി കൊണ്ട് കൊടുത്താൽ, മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ കിട്ടും. തൃശ്ശൂർ മാർക്കറ്റ് നിങ്ങൾ വെറുതെ റോഡിൽ കിടക്കുന്ന വെള്ളാരം കല്ല് പറക്കിക്കൊണ്ട് സഞ്ചിക്കകത്തിട്ട് കൊണ്ട് കൊടുത്താൽ കുറച്ച് കല്ലുണ്ടെന്ന് പറഞ്ഞാൽ അവർ വാങ്ങി, ശരി നോക്കിച്ച് പറയും, 10 രൂപ അല്ലേ 20 രൂപ കിലോ തൂക്കിച്ച്. കാരണം ആ കല്ലിന് ആവശ്യക്കാരുണ്ട്. ഉടനെ നാളെ പറ്റില്ല, ആ കല്ലിന് ആവശ്യക്കാരുണ്ട്. ആശാരിമാർക്ക് അവിടെ ഉളി തേക്കാനേ അത് വേണ്ടേ, അവരത് പൊടിപ്പിച്ച് അവിടെ വെച്ചേക്കും. ഉളി തേക്കാൻ കല്ല്, അല്ലെ പിച്ചാത്തി തേക്കാൻ കല്ല്, പാറപ്പൊടി, ഒരു എന്തിനും ആവശ്യക്കാരുണ്ട്. നമ്മൾ ചെയ്യില്ല. നമ്മൾ ലേസി, ബേസിക്കലി ലേസി, അലസന്മാരായിരിക്കുന്ന ആളുകളാണ്. അത് സഭായോഗത്തിന് വരുന്ന വരവ് കാണുമ്പോൾ അറിയാം. 9 മണി 10 മണിയുടെ യോഗത്തിന് 10:30 ആകുമ്പോൾ ഒക്കെ ചെറിയ കയറി വരും. വന്നാൽ ഉടനെ അവിടെ നിന്ന് ഉറങ്ങും. ഇവരൊക്കെ അലസന്മാരാണ്, യാതൊരു നന്മയില്ലാത്ത മനുഷ്യരാണെന്ന് ഞാൻ പറയാം. അവരെ ഒന്നും തോന്നരുത് കേട്ടോ, ഞാനൊരു പച്ചയ്ക്ക് പറയുന്നത്. പ്രായത്തിന്റെ ക്ഷീണം കൂടിയൊക്കെ ഈ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരാറുണ്ട്. എങ്കിലും ഞാൻ കൊള്ളരുതാത്തതെന്ന് ആരും പറയില്ല. കാരണം ഇപ്പോഴും ഞാൻ 5-8 മണിക്കൂർ ചെയ്യും. എവിടെയൊക്കെങ്കിലും പോയി ഒരാഴ്ച ഒരു 3-4 ക്ലാസ് എടുക്കുകയും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യും. അലസത എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് എനിക്ക് സത്യസന്ധമായിട്ട് പറയാം, ദൈവത്തോട് പറയാം. ലേസിനെസ് എന്നല്ല, വർക്കഹോളിക്കാന്ന് ചിലരൊക്കെ എന്നെ പറ്റി പറയാറുണ്ട്. ഒരു വിഷയമായിരിക്കും, എനിക്കറിയില്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്ക് വളരെ അസ്വസ്ഥത. വായിക്കുകയോ പഠിക്കുകയോ എഴുതുകയോ, അല്ലെങ്കിൽ ഇപ്പം പിന്നെ കൂന്താലിപ്പണിയും ചെയ്യില്ല, അല്ലെ ഞാൻ പച്ചക്കറി നടാനോ എന്തെങ്കിലുമൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, സഭ ഉള്ള വിശ്വാസികൾ അധ്വാനശീലരായി, 1 മിനിറ്റ് പോലും വെറുതെ കളയരുത്. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം. അങ്ങനെ ചെറുപ്പത്തിൽ പറയില്ലേ, എങ്ങനെ പ്ലേ വൈൽ യു പ്ലേ, ഈറ്റ് വൈൽ യു ഈറ്റ് എന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അങ്ങനെ വേണം. കളിക്കേണ്ടപ്പോൾ കളിക്കണം, തിന്നേണ്ടപ്പോൾ തിന്നണം, പഠിക്കേണ്ടപ്പോൾ പഠിക്കണം, ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങണം. അതൊക്കെ എല്ലാം ഒരു ഡിസിപ്ലിനിലേക്ക് വരണം. അല്ലാതെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ അലസനായിട്ട് നിങ്ങളുടെ മക്കൾ കണ്ടാൽ ആ മക്കളതിനേക്കാൾ വലിയ ഭയങ്കര അലസരായി. നിങ്ങൾ അധ്വാനശീലരാണെങ്കിൽ നിങ്ങളുടെ മക്കളും അധ്വാനിക്കുന്നവരായിരിക്കും. അവരോട് പറയണ്ട അധ്വാനിക്കാൻ, അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അല്ലെ ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുവാനാണ്. ആമേൻ.